അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വേള സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹദീസ് ഈ വിനീതന്റെ ഹൃദയത്തിൽ വല്ലാതെ ടച്ച് ചെയ്ത ഒരു ഹദീസാണ്. ആ ഹദീസ് കിതാബിലൂടെ ഇങ്ങനെ വായിച്ച് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഹബ്ബീങ്ങൾക്ക് ഈ ഹദീസിന്റെ മെസ്സേജ് ഒന്ന് കൈമാറണം എന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മളുടെ ഈ ഒരു സംസാരത്തിൽ ഈ പ്രഗത്ഭമായ ഹദീസ് നമ്മൾ സംസാരിക്കാനും ചർച്ച ചെയ്യാനുള്ള കാരണം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ലോകത്ത് നൽകുന്ന ഖൈറായ നിഅമത്തുകളിൽ, ഖൈറായ കാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ വിവരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും നിഅമത്ത് വിവരിക്കുകയാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഹദീസ് കേട്ടോളൂ, നമുക്ക് നോക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്ലതാനി ലാ ശൈഅ അഫ്ളലു മിൻഹുമാ. ഖസ്ലതാൻ, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, രണ്ട് കാര്യങ്ങൾ, ഖസ്ലതാൻ, രണ്ട് കാര്യങ്ങൾ, ലാ ശൈഅ അഫ്ളലു മിൻഹുമാ, ആ രണ്ട് കാര്യത്തിനേക്കാൾ അഫ്ളലായ ശ്രേഷ്ഠമായ വേറെ ഒരു കാര്യമില്ല എന്നാണ്. ലാ ശൈഅ, ഒരു ശൈഉമില്ല അതിനെ ഓവർടേക്ക് ചെയ്യാൻ, അത്രയേറെ അഫ്ളലാണ് ഈ രണ്ട് ഖസ്വലത്താൻ, രണ്ട് കാര്യങ്ങൾ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറയുന്ന ഒന്നാമത്തെ കാര്യം ഞാൻ ഡീപ്പായിട്ട് ചർച്ച ചെയ്യുന്നില്ല, ഒരുപാട് വിശദീകരിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം. അതിനേക്കാൾ അഫ്ളലായ വേറൊരു കാര്യമുണ്ടോ? വേറൊരു കാര്യമില്ല. അതാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്, അത് ഏറ്റവും അഫ്ളലായ ആദ്യം പറയേണ്ട പ്രധാനപ്പെട്ട പ്രഥമ കാര്യമാണ്. അപ്പൊ അള്ളാഹുവിലുള്ള വിശ്വാസം, ഈമാൻ. ആ ഈമാൻ അള്ളാഹു നമുക്ക് തന്നില്ലേ? ഈ ശ്രേഷ്ഠമായ അള്ളാഹുവിന്റെ നിഅമത്ത് നമുക്ക് തന്നില്ലേ? നമ്മൾ എന്ത് അള്ളാഹുവിന് കൊടുത്തിട്ടാ ഈമാൻ തന്നത്? നമ്മൾ 1000 റക്അത്ത് പാതിരാക്ക് നമ്മൾ ഉറക്കമൊളിച്ച് നിസ്കരിച്ചു, അതുകൊണ്ടാണ് ഈമാൻ തന്നത്. ആണോ നമ്മളെ മുഅ്മിനീങ്ങളാക്കിയത്? നമ്മുടെ കൽബിൽ ഈമാൻ അള്ളാഹു ഇട്ട് തന്നത് നമ്മൾ ഒരു 10,000 റക്അത്ത് നിസ്കരിച്ചതിന് പകരമായിട്ടാണോ? അല്ല, അള്ളാഹുവിന്റെ ഹിബത്താണ്, അള്ളാഹുവിന്റെ സമ്മാനമാണ്. നമുക്ക് മുഅ്മിനീങ്ങളായി ജനിച്ചു വളർന്ന് അല്ലെങ്കിൽ മുഅ്മിനീങ്ങളായി ജീവിക്കാൻ അള്ളാഹു അവസരം തന്നത് നമ്മൾ ഒന്നും അള്ളാഹു കൊടുത്തിട്ടല്ല, അള്ളാഹുവിന്റെ വലിയ സമ്മാനമാണ്. എന്നാൽ ഈ തന്ന സമ്മാനോ, ഈമാനോ, ലാ ശൈഅ അഫ്ളലു മിൻഹുമാ, ഇതിനേക്കാൾ ഓവർടേക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ശ്രേഷ്ഠമായ കാര്യവുമില്ല എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എത്ര നിഅമത്താണ് അള്ളാഹു നമുക്ക് നൽകിയത്. അതിന്റെ കൂടെ പ്ലസ് ഒരു നിഅമത്തൂടെ, കേവലം മുഅ്മിനീങ്ങളായി അള്ളാഹിനെ വിശ്വസിച്ചവരായി എന്നല്ല. അത് ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെയുള്ളവർക്കും പറയാനുണ്ടാകും, അത് നൂഹ് നബിയുടെ കൂട്ടക്കാർക്കും പറയാനുണ്ടാകും, അത് ഈസ നബിയുടെ കൂടെ നടന്നവർക്കും പറയാനുണ്ടാകും, അത് മൂസ നബിയുടെ അനുയായികൾക്കും പറയാനുണ്ടാകും, അത് ലൂത്ത് നബിയുടെ സമൂഹത്തിനും പറയാനുണ്ടാകും. എന്ത്? അള്ളാഹു വിശ്വസിച്ചു എന്നുള്ള നേട്ടം. നമുക്കൊരു നേട്ടം കൂടെ, മറ്റുമ്മത്തുകൾക്ക് കൊടുക്കാത്തൊരു നേട്ടം കൂടെ തന്നു. ആരാ? ഉമ്മത്ത് മുഹമ്മദായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉമ്മത്തുകളായില്ലേ? ഖൈറുൽ ഉമ്മത്ത് നമ്മളാകാൻ കാരണം എന്താ? എൻ്റെ വല്ലുപ്പാക്ക് ഒരാനേണ്ടാർന്നു, അതുകൊണ്ടാണോ നമ്മൾ ഖൈറുൽ ഉമ്മത്തായത്? അല്ല. എൻ്റെ ബാബച്ചിക്ക് നല്ലൊരു ബെൻസ് കാറുണ്ട്, അതുകൊണ്ടാണോ? അല്ല. ഇതൊന്നും അവകാശപ്പെടാനില്ല. പിന്നെ എങ്ങനെയാ നമ്മൾ പുണ്യനബിയുടെ ഉമ്മത്തായത്? ഖൈറുൽ ഉമ്മത്ത് അത് പുണ്യനബിയുടെ ഉമ്മത്താണ്. നമ്മൾ ആഖിറുൽ ഉമ്മത്താണ്, ലാസ്റ്റ് വന്ന സമുദായമാണ്. പക്ഷേ ആദ്യം മഹ്ശറിൽ ഒരു ചാൻ മുകളിൽ സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുമ്പോൾ അതിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോയാൽ മതി പടച്ചോനെ എന്ന് പറഞ്ഞ് ആളുകൾ വിറച്ചു നിൽക്കുമ്പോൾ ആദ്യം വിചാരണക്ക് വിളിക്കുന്ന ആദം നബിയുടെ സമൂഹത്തെയല്ല, മൂസ നബിയുടെ അനുയായികളെയല്ല, ഈസ നബിയുടെ അനുയായികളെയല്ല അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ ആരെയാണ്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉമ്മത്തുകളെയാണ്, നമ്മളെയാണ് വിളിക്കുന്നത്. അപ്പോൾ ആഖിറുൽ ഉമ്മത്താണ്. വിചാരണയിൽ അവ്വലുൽ ഉമ്മത്തായി നമ്മൾ മാറി. എങ്ങനെ മാറി? നമ്മുടെ കൂടെ ആരുണ്ട്? പുണ്യ നബിയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ആരുടെ ഉമ്മത്താണ്? പുണ്യ നബിയുടെ ഉമ്മത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിഅമത്തുകൾ എമ്പാടും തന്നിട്ടുണ്ട് അല്ലാഹു പടച്ചവനെ. എന്തായാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എന്ത് ചെയ്തിട്ടാണ് നമ്മളെ ഉമ്മത്തികളെ നബിയുടെ ഈ പുണ്യ നബിയുടെ ഉമ്മത്തിയാക്കിയത്? എന്ത് കൊടുത്തിട്ടാ ഈമാൻ തന്നത്? അള്ളാന്റെ വലിയൊരു നിഅമത്തല്ലേ, അനുഗ്രഹമല്ലേ, വലിയ സമ്മാനല്ലേ? അതിന് പോറലേക്കാൻ, അത് നഷ്ടാകാൻ വേണ്ടി പ്രിയപ്പെട്ടവരെന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും പ്രവർത്തനം ചെയ്യാൻ നമുക്ക് കഴിയോ? പാടില്ല. ഈമാന് കളങ്കം വരുന്ന ഒന്നും ചിന്തിക്കാൻ പോലും പാടില്ല, കേൾക്കാനും പാടില്ല, കാണാനും പാടില്ല. വെറുതെ ഒന്ന് കേട്ടു നോക്കാം. അള്ളാഹുവിനെ നിരാകരിക്കുന്നവരെ കുറിച്ച് ഈ ലോകത്തിന് സിട്ടാവിന്റെ ആവശ്യമില്ല.
ഈ ലോകം പടയ്ക്കാൻ ഒരാളുടെ ആവശ്യമില്ല, അള്ളാന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിരീശ്വരവാദിത്വം പറയുന്ന ആളുകളുടെ ഒരു കമന്റ് കേൾക്കാൻ പോലും പ്രിയപ്പെട്ടവരെ അള്ളാഹു തന്ന അതുകൊണ്ട് നമുക്ക് കഴിയില്ല. എന്തുകൊണ്ട് അത് ഏറ്റവും വലിയ നിഷേധത്തരമാണ്. സാധിക്കില്ല നമുക്ക്. കാരണം ഈ പ്രപഞ്ചം പടയ്ക്കേണ്ട ഒരു ചെറിയ പുൽക്കുടി പോലും, ഒരു ഈച്ചയുടെ ചിറകിനെ പോലും പടയ്ക്കാൻ ഈ ലോകത്ത് മഖ്ലൂക്കിനും കഴിയില്ല. അത് അള്ളാഹുവിന് കഴിവുള്ളതാണ്. ഖാലിഖ് അല്ലാഹുവാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ടുള്ള വിശ്വാസം, അൽ ഈമാനു ബില്ലാഹ് ലാ ശൈഅ അഫ്ളലു മിൻഹുമാ, അതിനേക്കാൾ വലിയൊരു കാര്യം, ശ്രേഷ്ഠമായ ഒരു കാര്യം വേറെ ഇല്ല. അപ്പൊ ഈമാൻ, അള്ളാഹുവിലുള്ള ഈമാൻ, വിശ്വാസം. ഇനി മറികടക്കാൻ കഴിയാത്ത ഏറ്റവും അഫ്ളലായ രണ്ടാമത്തെ കാര്യം വന്നഫഉ ലിൽ മുസ്ലിമീന, നമ്മുടെ സഹോദരങ്ങളായ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ ചെയ്യുന്ന ഉപകാരങ്ങൾ, അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഗുണങ്ങൾ, അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഹെൽപ്പ്, സഹായം, ഇതെല്ലാം ഈ ഉപകാരങ്ങളൊക്കെ തന്നെ ലാ ശൈഅ അഫ്ളലു മിൻഹുമാ, അതിനേക്കാൾ ഓവർടേക്ക് ചെയ്യാൻ ഒരു നന്മക്കും പറ്റൂല എന്നാ. ഒരു നന്മ, ഒരാൾ പള്ളിയിൽ എപ്പോഴും ഇങ്ങനെ ഇഅ്തികാഫിന്റെ നിയ്യത്തോടെ ഇരിക്കുകയാണ്, ഒരാളിങ്ങനെ ഇരിക്കുകയാണ്. അതേ സമയത്ത് ഇഅ്തികാഫിന്റെ നിയ്യത്തോടെ പള്ളിയിൽ ഇരിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നന്മകളൊക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം മുസ്ലിമീങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ ഇഅ്തികാഫിനേക്കാൾ പദവിയിൽ മറിച്ചിടും, ഓവർടേക്ക് ചെയ്യും ഈ ഒരു നന്മ. വന്നഫഉ ലിൽ മുസ്ലിമീന, മറ്റു മുസ്ലിമീങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന ഉപകാരം ഉണ്ടല്ലോ, ആ ഉപകാരം വല്ലാത്ത നന്മയാണ്. ലാ ശൈഅ അഫ്ളലു മിൻഹുമാ, ഈ രണ്ട് കാര്യത്തേക്കാൾ, ഏത് രണ്ട് കാര്യത്തേക്കാൾ? അല്ലാഹുവിലുള്ള വിശ്വാസം, അൽ ഈമാനു ബില്ലാഹ് വന്നഫഉ ലിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യം വേറെ ഇല്ല. അപ്പൊ നമ്മൾ വിചാരിക്കും മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് മാത്രം, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രം ഗുണം ചെയ്തു കൊടുക്കലാണ് പുണ്യം, വേറെ ആർക്കും ഗുണം ചെയ്തു കൊടുക്കൽ പുണ്യമല്ല. പലരും അങ്ങനെ വ്യാഖ്യാനിക്കും. ഈ മുസ്ലിയാർ പറയുന്നത് നോക്കി, പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നതിന് ചെറിയ ക്ലിപ്പിങ്, ചെറിയ കട്ടിംഗ് ഒക്കെ മുറിച്ചുകൊണ്ട് വന്നിട്ട്, കണ്ടില്ലേ മുസ്ലിമീങ്ങളുടെ വലിയൊരു പുരോഹിതൻ പറയുന്നു, മതപണ്ഡിതൻ പറയുന്നു, മുസ്ലിമീങ്ങൾക്ക് ഉപകാരം ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം, അതിനേക്കാൾ ശ്രേഷ്ഠമായത് വേറെ ഒന്നുമില്ല. അപ്പൊ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന കാര്യം ഇവർ പറയുന്നില്ല, ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണം ചെയ്യുന്ന കാര്യം പറയുന്ന അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തന്നെ വഹയിന്റെ നാവിലൂടെ, നബുവത്തിന്റെ നാവിലൂടെ, അവിടുത്തെ നുബുവത്തിന്റെ നൂറായ അവിടുത്തെ മുബാറക്കായ ശരീരത്തിലൂടെ, ശരീരത്തിന്റെ സാന്നിധ്യമുള്ള സമയത്ത് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അൽ ഖൽഖു അയാലുല്ലാഹ്, എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന്റെ കുടുംബമാണ്. അള്ളാഹിന്റെ കുടുംബമാണ് എല്ലാ സൃഷ്ടികളും. എന്നിട്ട് അഹബ്ബുൽ ഇബാദി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ ആരെന്നറിയോ? അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരാണ്. അവിടെ ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അയൽവാസിയായ, നമ്മുടെ വീടിന്റെ ചാരത്തുള്ള അയൽവാസിയായ ജോമോൻ എന്ന് പറയുന്ന നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആള്, വർക്കി ആയിക്കോട്ടെ അല്ലെങ്കിൽ കനകലത ആയിക്കോട്ടെ, നമ്മുടെ അയൽവാസികളായ മറ്റു സഹോദരങ്ങൾ, നമ്മുടെ നാട്ടുകാരായ മറ്റു സഹോദരങ്ങൾ, വേണ്ട ഒരു പരിചയം വേണ്ട, മറ്റു മതത്തിൽപ്പെട്ട ഹൈന്ദവരോ ക്രൈസ്തവരോ ആരും ആയിക്കോട്ടെ, അവർക്ക് എന്തെങ്കിലും ഉപകാരങ്ങൾ, ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കാന്ന് പറയുന്നത് അള്ളാഹ്ന് വലിയ ഇഷ്ടമാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൗരവമുള്ള വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾക്ക് നമ്മൾക്ക് ചെയ്തു കൊടുക്കുന്ന ഉപകാരം മറ്റു വേണ്ടെന്നല്ല, പുണ്യമില്ല എന്നല്ല, ഇതിന് പ്രത്യേകം മാർക്ക് കൊടുത്തിട്ടുണ്ട്, അത് പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. അപ്പൊ രണ്ട് നന്മകൾ, ലാ ശൈഅ അഫ്ളലു മിൻഹുമാ, അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നുമില്ല. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തി പറയുന്നു, നോക്കി, എന്റെ ഗൗരവം നോക്കിക്കോളൂ. ഖസ്വലതാനി, എന്നാൽ രണ്ട് കാര്യമുണ്ട്. ലാ ശൈഅ അഖ്ബസു മിൻഹുമാ, ആ രണ്ട് കാര്യങ്ങളെക്കാൾ മോശമായ വേറെ ഒരു കാര്യമില്ല, അതിനേക്കാൾ വൃത്തികെട്ട വേറെ ഒന്നുമില്ല. രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും ടോപ്പ് മോശപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹു ശിർക്ക് വെക്കുക, അള്ളാഹുവിൽ പങ്കുകാരെ ചേർക്കുക. അള്ളാഹു മാത്രം പോരാ, വേറെ കൂടെ ആള് വേണം, ഒരാളെ കൊണ്ട് മാത്രം പറ്റൂല, ഹെൽപ്പർ വേറെ വേണം. അള്ളാഹു ഒരാളല്ല, വേറെയും ആളുകളുണ്ട്, ഇലാഹായിട്ട് പലരുണ്ട്, അതുണ്ട് ഇതുണ്ട്, അവരെയൊക്കെ നമുക്ക് ആരാധിക്കാൻ പറ്റുന്നവരാണ്, അവരൊക്കെ നമ്മുടെ ദൈവങ്ങളാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിൽ പങ്കുകാരാക്കുന്ന ഒരവസ്ഥ ഒരിക്കലും പാടില്ല. അത് ഏറ്റവും അഹ്ബസാണ്, ഏറ്റവും മോശപ്പെട്ടതാണ്. അപ്പൊ ചില ആളുകൾ നമ്മളെ ചാപ്പടിക്കാൻ വരും, നമ്മളെ മുദ്ര കുത്താൻ വരും. ഈ മുസ്ലിമീങ്ങളായ, പ്രത്യേകിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മുഅ്മിനീങ്ങളായ ആളുകൾ, ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കളെ പോയി സിയാറത്ത് ചെയ്യുന്നു, അവിടെ പോയി ദ്വാരക്കുന്നു, അള്ളാഹുവിനെ പോലെ തന്നെ അവരെയും പരിഗണിക്കുന്നു. അള്ളാഹുവിനെ പോലെ
ഒരു നബിമാരെ പോലും പരിഗണിക്കാൻ പാടില്ല എന്ന് ഒരാൾ ഉറച്ചു വിശ്വസിക്കുമ്പോഴാണ് അയാൾ ആരാകുന്നത്? മുഅ്മിനാകുന്നത്. എന്ത്? അള്ളാഹുവിനെ പോലെ വേറെ ഒരാളെയും പരിഗണിക്കാൻ പാടില്ല. അള്ളാഹുവിനെ പോലെ അള്ളാഹുവിനോട് നമ്മൾ ദുആ എടുക്കുക, നമ്മൾ ദുആ ചെയ്യുക. അതേപോലെ ഒരു നബിയോട് ദുആ എടുക്കുക, ഒരു നബിയോട് പ്രാർത്ഥിക്കുക. അതൊരു മുഅ്മിനിന് കഴിയില്ല. ലോകത്തൊരു മുസ്ലിമും അങ്ങനെ ചെയ്യില്ല. ചെയ്യാത്തതുകൊണ്ടാണ് മുസ്ലിമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോകത്ത് മുഴുവൻ പടക്കപ്പെടാൻ കാരണക്കാരനായ അഷ്റഫുൽ മുശറഫായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ നിന്ന് സ്വന്തമായിട്ട് ഒരു ഈച്ചയുടെ ചിറകിനെ പോലും പടയ്ക്കാൻ കഴിയില്ല. അത് കഴിവുള്ളവൻ അള്ളാഹുവാൻ. ഇത് ഉറച്ച ഈമാനുള്ളവരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. അതുകൊണ്ടാണ് നമ്മളെ മുഅ്മിനീങ്ങൾ എന്ന് വിളിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിന്റെ സ്ഥാനത്ത്? അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹു അവർക്ക് കൊടുത്ത ബഹുമാനം, റെസ്പെക്ട് അതവർക്കുണ്ട് എന്ന് വിശ്വസിക്കൽ അള്ളാഹുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹവും അള്ളാഹുവിനോട് കാണിക്കുന്ന വണക്കത്തിന്റെ ഭാഗമാണ്. അള്ളാഹു സ്ഥാനം കൊടുത്ത, ഇപ്പൊ മുസ്ഹഫ് ഖുർആൻ അള്ളാഹു സ്ഥാനം കൊടുത്തിട്ടുണ്ട്, നബിമാർക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട്, അള്ളാഹിന്റെ ഔലിയാക്കൾക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട്, പരിശുദ്ധമായ ഹറമിന്റെ മണ്ണിന് അള്ളാഹു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഇതെന്താ? നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു സ്ഥാനം കൊടുത്തിട്ടുണ്ട്, ആ ഒരു മഹത്വം അവർക്കുണ്ട്. ആ സ്ഥാനം കൊടുത്തു എന്നതിന് നമ്മൾ വകവെച്ചു കൊടുക്കുക. അത് യഥാർത്ഥത്തിൽ അള്ളാഹിനെ ബഹുമാനിക്കലാണ്. കഅബയെ ബഹുമാനിക്കൽ, അമ്പിയാക്കളെ ഔലിയാക്കളെ ബഹുമാനിക്കൽ, ആലിമീങ്ങളെ ബഹുമാനിക്കൽ, അത് യഥാർത്ഥത്തിൽ അള്ളാഹിനെ ബഹുമാനിക്കലാണ്. കാരണം അള്ളാഹു കൊടുത്ത ബഹുമാന സ്ഥാനം വകവെച്ചു കൊടുക്കുന്നു. അള്ളാഹു അറിയാതെ അള്ളാഹുവിനെ മറികടന്നുകൊണ്ട് ലോകത്ത് ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇങ്ങനെയാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസം വളച്ചൊടിക്കുകയാണ്. ഔലിയാക്കളെ ആരാധിക്കുന്നു, ഔലിയാക്കൾക്ക് പിന്നെ ഇബാദത്തെടുക്കുന്നു. ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ ഇല്ല. അത് കേവലം സമൂഹത്തെ പൊട്ടിസാക്കുന്ന ചില പിഴച്ചവാദങ്ങളാണ്. ഏതായിരുന്നാലും അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിൽ ശിർക്ക് വെക്കാന്ന് പറയുന്നത് ഒരിക്കലും പ്രിയപ്പെട്ടവരെ ഏറ്റവും മോശമാണ്. അതിനേക്കാൾ മോശം വേറെ ഇല്ല. പിന്നെ കേട്ടോളൂ, രണ്ടാമത്ത് ബിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കുക. അതൊരിക്കലും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമല്ല. മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്താൻ ഉണ്ടാകാൻ പാടില്ല. ഒരിക്കലും ഉണ്ടാകരുത്. ഉപകാരം ചെയ്യാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലതാണ്, ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണം അതിനേക്കാൾ മോശപ്പെട്ട ഒരു പ്രവൃത്തി ഇല്ല എന്നാണ്. ഒരു പ്രവൃത്തിയില്ല. നിസ്കാരം കളായിപ്പോയി, കളാ വീട്ടിയെടുക്കാം. പക്ഷെ മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങളെ ഉപദ്രവിച്ചാൽ തീർച്ചയായും അതിന് പകരം പ്രിയപ്പെട്ടവരെ അവരുടെ തന്നെ മാപ്പന്വേഷിച്ച നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഓടി നടക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാം, ഏറ്റവും മോശമാണ്. അള്ളാഹുവിൽ ശിർക്ക് വെക്കുക, അത് ഏറ്റവും മോശമാണ്. എന്നാൽ അള്ളാഹുവിലുള്ള ഈമാൻ, വിശ്വാസം, അത് ഏറ്റവും പുണ്യമാണ്, അഫ്ളലാണ്. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഗുണം ചെയ്തു കൊടുക്കുക, അത് ഏറ്റവും പുണ്യമാണ്. അഹബ്ബുൽ ഇബാദില്ലാഹി തആല അൻഫഉൻ നാസി ലിന്നാസ്. കേട്ടോളൂ ഹദീസ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ ആരാന്നറിയോ? അൻഫഉൻ നാസി ലിന്നാസ്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്തു കൊടുക്കുന്ന സമൂഹം ഉണ്ടല്ലോ. ജനങ്ങൾക്ക് അവിടെ ദീനും അതൊന്നും നോട്ടമില്ല, മറ്റുള്ള ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്തു കൊടുക്കുക. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അത് അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളുടെ അടയാളമാണ്. അഫ്ളലുൽ അഅമാലി, അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാ? അത് ഹദീസിൽ കാണാം. ഇദ്ഖാലു സുറൂരി അലാ ഖൽബിൽ മുഅ്മിൻ. നമ്മുടെ സഹോദരങ്ങളായ മറ്റു സഹോദരങ്ങളുടെ മുഅ്മിനീങ്ങളുടെ ഖൽബിൽ സന്തോഷിട്ട് കൊടുക്കുക, റാഹത്തിട്ട് കൊടുക്കുക, സന്തോഷിട്ട് കൊടുക്കുക. അതിന് ഒരുപാട് ക്യാഷ് കൊടുത്തോളണമെന്നില്ല. പലപ്പോഴും അവരെ സഹായിക്കേണ്ട ഘട്ടത്തിൽ ഇപ്പോൾ പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റാത്തൊരു സാഹചര്യം പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അത് പറ്റാത്തൊരു സാഹചര്യത്തിൽ ഏതായിരുന്നാലും എന്തെങ്കിലും ഒന്നുമില്ലല്ലോ, വേറെങ്ങനെ മഴി മാറിപ്പോകാം. അതല്ല, അവനോട് പറയാം, അള്ളാഹു നിങ്ങളെ സഹായിക്കും. ഇതിനേക്കാൾ വലിയ കേസുകളൊക്കെ വളരെ സില്ലിയായിട്ട് പടച്ചോൻ കൈകാര്യം ചെയ്തിട്ടില്ലേ? ഇതിലും വലിയ പ്രയാസങ്ങൾ പലർക്കും വന്നിട്ടില്ലേ? അതൊക്കെ അള്ളാഹു വളരെ വളരെ എളുപ്പത്തിൽ അത് പരിഹരിച്ചിട്ടില്ലേ? ഇതൊക്കെ വല്ല വിഷയമാണോ? നിങ്ങൾ ബേജാറാകണ്ട, പടച്ചോൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, അള്ളാഹു നിങ്ങളെ സഹായിക്കും, നിങ്ങളൊന്നും പേടിക്കണ്ട, ഞാൻ നിങ്ങളെ പരമാവധി സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സന്തോഷിട്ട് കൊടുക്കലുണ്ടല്ലോ, ആ ഒരു റാഹത്തിട്ട് കൊടുക്കൽ. അൽഹംദുലില്ലാഹ്, എത്ര സന്തോഷം എന്നറിയോ? മുഅ്മിന്റെ കൽബിൽ ഒരു സന്തോഷം ഇട്ട് കൊടുത്താൽ അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അഫ്ളലുൽ അഅമാൽ, അമലുകളിൽ ഏറ്റവും ടോപ്പാണ് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കുക, ഗുണം ചെയ്തു കൊടുക്കുക, അതൊക്കെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പ്രയാസപ്പെടുത്തുക, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുക, അത് വാക്കുകൊണ്ടാകാം. ചിലപ്പോൾ ഒരു വോയിസ് അങ്ങോട്ട് വിട്ടു, ഗ്രൂപ്പിലേക്ക് ഒരു വോയിസ് അങ്ങോട്ട് വിട്ടു, വേറൊരാളെ ഹത്യ ചെയ്തിട്ട്, വേറൊരാളെ ആക്ഷേപിച്ചിട്ട്, അല്ലെങ്കിൽ വേറൊരാളോട് ചീത്ത പറഞ്ഞിട്ട് ചൂടായിട്ട്
ഗ്രൂപ്പിലേക്ക് ഒരു വോയിസ് അങ്ങ് ഇട്ടു. അപ്പോൾ എല്ലാവരും കേട്ടു. ഈ മനുഷ്യൻ കേട്ടു നോക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത പ്രയാസമായി. ആ പ്രയാസം തീർക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവ് മുഴുവൻ നിസ്കരിച്ചാലും തീരൂല്ല, പോയി പൊരുത്തം ചോദിക്കേണ്ടി വരും. ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ ഈ നന്മകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നൽകിയ ആയുസ്സിൽ നമ്മുടെ ശ്വാസത്തിൻ്റെ എണ്ണത്തിൽ ഒരുപാട് ഖൈറ് ചെയ്യാനും നന്മ ചെയ്യാനും അള്ളാഹു ഭാഗ്യം തരട്ടെ, വിജയിപ്പിക്കട്ടെ, സലാമത്തിലാക്കട്ടെ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.